പ്രിയമുള്ളവരെ, ദൈവം സർവ്വചരാചരങ്ങളെയും ഉണ്ടാവട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട്, തൻ്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചപ്പോൾ തൻ്റെ കൈകൊള്ളുകൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടികളുടെ എല്ലാ മകുടം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമ സൃഷ്ടിയായിട്ട് മനുഷ്യനെ ദൈവം സ്വന്തം ഛായയിലും സദൃശത്തിലും സൃഷ്ടിക്കുകയാണ്. അതിനുശേഷം തനിക്ക് എന്നെന്നും ജീവിക്കുവാനായിട്ടുള്ള ഒരു ഹൃദയം അവൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ അവനും തൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം കൊടുത്തു. തൻ്റെ സ്വന്തം ഛായയിലും സദൃശത്തിലും ആദത്തെ സൃഷ്ടിക്കാനുള്ള കാരണം അവൻ ദൈവത്തെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാനും തന്നെ കാണുമ്പോഴെല്ലാം ദൈവത്തെ കാണുവാനും സാധിക്കുമാറ് അത്രമാത്രം ദൈവിക പ്രസാദവരത്തിലാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയാണ് ആവശ്യമുള്ള ബോധജ്ഞാനവും വിവേകവും ബുദ്ധിയും എല്ലാം ആവോളം നൽകിയാണ് ദൈവം ആദത്തെ സൃഷ്ടിച്ചത്. തനിക്ക് സ്നേഹിക്കാൻ, തന്നെ സ്നേഹിക്കാൻ ഒരു ജീവി, ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിലുണ്ടായ സൃഷ്ടിയാണ് മനുഷ്യൻ. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഈ ആദത്തിന് ഏകാന്തത അനുഭവപ്പെട്ടു തുടങ്ങി. ആദ്യമൊക്കെ ശുഷ്കാന്തിയായിരുന്നു, ദൈവത്തോടൊപ്പം നടക്കും, ഉലാത്തും. കുറേ കഴിഞ്ഞപ്പോൾ അവൻ മറ്റ് സൃഷ്ടവസ്തുക്കളിലേക്ക് നോക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ ഏകാന്തതയിലേക്ക് മാറുകയാണ്. ഏകാന്തത, എപ്പോഴും ഏകനായി മൂകനായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ദൈവം അവനുള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കപ്പെടണം. സർവ്വശിഷ്ട വസ്തുക്കളോടുമൊപ്പം ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഈ ലക്ഷ്യത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ ഏകനായി മൂകനായിരിക്കാൻ തുടങ്ങി. അവന് വലിയ ഏകാന്തത അനുഭവപ്പെട്ടു. അവൻ തന്നിലേക്ക് തന്നെ ഉൾവലിയാൻ തുടങ്ങി. അവൻ തന്നിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി, തന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദൈവത്തിൽ നിന്നുള്ള നോട്ടം, ശ്രദ്ധ അവൻ പിൻവലിച്ചു, കുറയാൻ തുടങ്ങി. അവന് ദൈവത്തോടുള്ള അടുപ്പം ക്രമേണ കുറയാൻ തുടങ്ങി. അവൻ തന്നിലേക്ക് തന്നെ നോക്കി, തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. അതേ പ്രിയപ്പെട്ടവരെ, തന്നെ അവൻ ഇത്രമാത്രം സ്നേഹിക്കാൻ തുടങ്ങി, ദൈവത്തെക്കാൾ ഏറെ സ്നേഹിക്കാൻ തുടങ്ങി, മറ്റ് സൃഷ്ടവസ്തുക്കളേക്കാൾ ഏറെ സ്നേഹിക്കാൻ തുടങ്ങി. അതായത് അവന് തന്നെ എങ്ങനെ സ്നേഹിക്കണമെന്നറിയാതെ അവന് വിവശനായി തീർന്നു. ഉടനെ ദൈവം അവനെ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ഉലാത്തുവാൻ അവനെ സന്ദർശിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവന് സംതൃപ്തിയും സന്തോഷവും നൽകിയില്ല. അവസാനം ഒരു ദിവസം അവൻ ഏകനായിരിക്കുമ്പോൾ ആ ഏകാന്തതയുടെ ആ ഒരു മൂർധന്യ അവസ്ഥയിൽ, പ്രിയമുള്ളവരെ, അവന് ടീനേജിലേക്ക് കടക്കുന്ന ആ ഒരു ലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ കണ്ടു തുടങ്ങി. അവൻ തൻ്റെ തന്നെ ശരീരത്തേക്ക് നോക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ എന്തു ചെയ്തു? അവസാനം അവൻ്റെ ശരീരത്തെ അവന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവൻ ശരീരത്തിലായി. ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം വിട്ടുപോയി. അവൻ, പ്രിയപ്പെട്ടവരെ, സോളിറ്ററി സിൻ എന്ന ആ പാപത്തിന് അവൻ തുടക്കമിട്ടു. പിന്നെ ശരീരം അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി, അവൻ്റെ മനസ്സ് അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി, അവനിലെ ജഡാസക്തി ഉയർക്കാൻ തുടങ്ങി, ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അവൻ സോളിറ്ററി സിൻ, അതിൽ അവൻ അകപ്പെട്ടു പോയി. അതിനവൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിമയായി തീർന്നു. അങ്ങനെ അവൻ സ്വയം നശിക്കുകയും സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് ഏറെ ദുഃഖം തോന്നി. ദൈവം അവനിലുള്ള സ്നേഹം അവനിലേക്കാണ് തിരിയാതിരിക്കാനും മറ്റ് സൃഷ്ടവസ്തുക്കളിലേക്കും സൃഷ്ടിജാലങ്ങളിലേക്കും അവൻ്റെ സ്നേഹം തിരിച്ചുവിടുവാനുമായിട്ട് അവൻ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒന്നൊന്നായിട്ട് അവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. അവൻ തൻ്റെ സ്നേഹം ആ ജീവിയിൽ കണ്ടെത്താനായിട്ട്, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനും സ്തുതിക്കാനുമായിട്ട്. പക്ഷേ ഉദാഹരണത്തിന് ആനയെ കൊണ്ട് നിർത്തിയപ്പോൾ അവനൊരിക്കലും സ്നേഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ തന്നെ സ്നേഹിക്കുന്ന ഒരു ഫലം അനുഭവിച്ചു കഴിഞ്ഞു. ആ ഫലവുമായിട്ട് തട്ടിച്ചു നോക്കും, ഇതെന്താ? ഓ, ഇത് വെറും ആന. മറ്റൊന്നിനെ കൊണ്ട് നിർത്തിയപ്പോൾ, ഓ, ഇത് വെറും ആട്, ഇത് വെറും കാള, ഇത് വെറും ചപ്പിയവർ. നമുക്കറിയാം, ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ഐസ്ക്രീം കൊടുത്തു എന്ന് വിചാരിക്കുക. ഐസ്ക്രീം കഴിച്ചതിന് ശേഷം അവൻ ഐസ്ക്രീമിന് അടിമയായി തീർന്നു വിചാരിച്ചു, മധുരത്തിന്.
കുറേ കഴിഞ്ഞാൽ നമ്മളവന് കപ്പ വറുത്തതോ അല്ലെങ്കിൽ കപ്പ വാട്ടിയതോ കപ്പ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ എന്ത് പറയും, തുപ്പിക്കളയും. എന്ത് പറയും, ഇതൊരു ചപ്പ്. അപ്പോൾ അങ്ങനെയാണ് അവൻ എല്ലാത്തിനും പേരിടുന്നത്. താൻ തന്നെ സോളിറ്ററി സെല്ലിലൂടെ അവൻ അനുഭവപ്പെട്ട ആ സ്നേഹവും അനുഭവവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ മറ്റുള്ള വസ്തുക്കൾ, ജീവികളൊക്കെ കാണുമ്പോൾ അവന് ആ ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല. അവയെല്ലാം വെറും ചപ്പും ചവറും കല്ലും മണ്ണും തെങ്ങും പ്ലാവും അങ്ങനെയൊക്കെയാണ് അതിന് അനുഭവപ്പെടുക. അവന് തന്നെ തന്നെ സ്നേഹിക്കുന്ന ആ ഒരു അനുഭവം അവന് ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ദൈവം അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി എല്ലാത്തിനും അവൻ പേരിടുകയാണ്. എന്നുവെച്ചാൽ അർത്ഥം, തനിക്ക് സോളിറ്ററി സിനിലൂടെ ലഭിച്ച ആ ഒരു സായുജ്യം, ആ ഒരു സന്തോഷ സുഖം അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവന് ഈ ജീവജാലങ്ങളിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവൻ പറയുകയാണ്, ഇത് വെറും മണ്ണ്, അയ്യോ എനിക്ക് വേണ്ട. ഇത് വെറും കാള, എനിക്ക് വേണ്ട. ഇത് വെറും ആട്, എനിക്ക് വേണ്ട, അതിനോട് കൂട്ടുകൂടാൻ എനിക്ക് പറ്റത്തില്ല. ഇത് വെറും പട്ടി, ഇത് വെറും പശു. അപ്പോൾ അങ്ങനെ അവൻ എല്ലാത്തിനും അവൻ അറിയാതെ തന്നെ അവൻ പേരിടുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അവൻ സോളിറ്ററി സിനിലേക്ക് വീണ്ടും അടിമയായിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ അവനെ ആ തിന്മയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. അപ്പോൾ അവനെ തന്നെ സ്നേഹിക്കുകയാണ്. അവനെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ദൈവം അവനെ ഉറക്കി കിടത്തിയിട്ട് അവനെ തന്നെ അവൻ്റെ വാരിയിൽ ഊരിയെടുത്തിട്ട് അവൻ ഹവ്വയെ സൃഷ്ടിക്കുകയാണ്. അവൻ്റെ തന്നെ ഭാഗമായ ഹവ്വയെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതെൻ്റെ ശരീരത്തിൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും സത്യമായിരുന്നു അത്. അപ്പോൾ അവനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, മറ്റൊരാളെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ദൈവം അവനെ ഉറക്കിക്കിടത്തിയിട്ട് അവനെ നിദ്രയിലായതിനു ശേഷം അവൻ്റെ വാരിയിലെടുത്ത് അവനൊരു ഇണയായും തുണയെയും, പുതിയൊരു ഇണയെയും തുണയെയും സൃഷ്ടിച്ച് നൽകുകയാണ്. അങ്ങനെ അവന് ഇണയും തുണയുമായി അവന് ഹവ്വയെ കിട്ടി. പക്ഷേ അവൻ ജഡത്തിന് അടിമയായി പോയിരുന്നു. ജഡിക വാസനകൾക്കും ജഡിക പാപങ്ങൾക്കും അവൻ അടിമയായി കഴിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അവനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഹവ്വായ്ക്കും ഈ ജഡിക അവസ്ഥയായി. തീർച്ചയായിട്ടും ഹവ്വ രണ്ടുപേരും ജഡിക ആ ഒരു ആഗ്രഹങ്ങൾക്ക്, ജഡികതയ്ക്കും അടിമയായി കഴിഞ്ഞിരുന്നവർ. പിന്നെ അവർക്ക് രക്ഷപ്പെടാനാവില്ല. ബാക്കി നമുക്ക് കുറേ കാര്യം അറിയാവുന്നതാണ്. എന്താണ്? പിശാച് അവരെ ചതിക്കുന്നു, അടുത്ത ഭാവത്തിലേക്ക് പോകുന്നവൻ ദൈവത്തെ ധിക്കരിക്കുന്ന അനുസരണയില്ലായ്മയുടെ ജഡികതയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അവർ. അപ്പോൾ ഈ ജഡികതയിലൂടെ ഉണ്ടായ ആ പാപം അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അതിനാണ് ദൈവം പ്ലാനിട്ടത്, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ, ലോകത്തുള്ള എല്ലാവരുടെയും ശരീരത്തെ പുനഃസൃഷ്ടി നടത്താൻ. കാരണം ഒരു മനുഷ്യനും അവൻ്റെ നാച്ചുറലായിട്ടുള്ള അപ്പൻ്റെ അമ്മയുടെയും ആ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ശരീരം കൊണ്ട് ഒരിക്കലും അവർക്ക് നന്മ ചെയ്യാനാവില്ല. അവർക്ക് ദൈവത്തിലേക്ക് അടുക്കാനാവുകയില്ല. അവർക്ക് ദൈവത്തെ സ്നേഹിക്കാനാവില്ല. വരപ്രസാദം ലഭിക്കാൻ സാധ്യമല്ല അവർക്ക്. അവർ പാപഞ്ഞ് നശിച്ചുകൊണ്ടേയിരിക്കും. ആ ജഡത്തിൻ്റെ പ്രത്യേകതയാണത്, ശരീരത്തിൻ്റെ പ്രത്യേകതയാണത്. കാരണം അവർ ജഡികതയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ദൈവം തന്നെ അനന്തമായ ജ്ഞാനത്താൽ തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് വിടുകയാണ്. എന്തിനാ? യേശുക്രിസ്തുവിനെ വിടുകയാണ് രക്ഷിക്കാൻ. എങ്ങനെ രക്ഷിക്കുന്നത്? അന്ത്യത്താഴ വേളയിൽ ഇതാ എൻ്റെ ശരീരം, ഇതാ എൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരവും രക്തവും അവർക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കുകയാണ്. ഇത് തിന്നുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ശരീരം എൻ്റെ ശരീരമായി വീണ്ടും മാറുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ ശരീരം കിട്ടുവാണ്, ദൈവത്തിൻ്റെ ശരീരം കിട്ടുവാണ്. നിങ്ങളുടെ ശരീരത്തിന് ഒരു പുതിയ റിപ്പയറിങ്, സൃഷ്ടി നടത്തുകയാണ്. നിങ്ങളുടെ ശരീരത്തിന് മാറ്റം വരികയാണ്. അങ്ങനെ നിങ്ങൾ കർത്താവിൻ്റെ ശരീരം സ്വീകരിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ ശരീരമില്ല, കർത്താവിൻ്റെ ശരീരമാണ്. ആ കർത്താവിൻ്റെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങളുടെ ശരീരം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നന്മ ചെയ്യാനാവില്ല. കർത്താവിൻ്റെ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം കൊണ്ട് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റും, അല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം കർത്താവിൻ്റെ ശരീരമായി മാറുന്നു. അങ്ങനെ നമുക്ക് നന്മ ചെയ്യാനാവുന്നു. അല്ലാതെ നാച്ചുറലായിട്ട് ആർക്കും നന്മ ചെയ്യാനാവില്ല. കുഷ്ഠരോഗികളെ പരിചരിക്കുന്നവരും ജഡിക ലോകം, ലൗകിക ജീവിതം വേണ്ടെന്ന് വിചാരിച്ചിട്ട് സന്യസ്തരോ വൈദികരോ ആകുന്നതൊക്കെ അവർക്കതിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച്, നിത്യേന വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവരുടെ ശരീരം കർത്താവിൻ്റെ ശരീരമാക്കി മാറ്റിയാൽ മാത്രമേ അവർക്ക് ജഡികതയിൽ നിന്ന് മുക്തിയുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും അവൻ നാച്ചുറലായിട്ട് അവൻ ഈ സോളിറ്ററി സിനിന് അടിമപ്പെട്ടു പോവുക തന്നെ ചെയ്യും.
അടിമപ്പെട്ടു പോവുക തന്നെ ചെയ്യും. കാരണം ഒരിക്കലും രക്ഷപ്പെടാനാവില്ല അവൻ എത്ര വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിച്ചാലും എത്ര തപസ്സും പ്രായശ്ചിത്ത പ്രവൃത്തികളും ചെയ്താലും ആ ദൈവത്തിൻ്റെ കരുണയും ഇല്ലെങ്കിൽ ഒരിക്കലും അവന് ആ കർത്താവിൻ്റെ ശരീരം സ്വീകരിക്കാതെ അവനൊരിക്കലും പൂർണ്ണമായിട്ടും രക്ഷപ്പെടാനാവില്ല പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാനാവില്ല പ്രിയപ്പെട്ടവരെ. മറ്റൊരു ക്രിസ്തുവായി തീർന്നുകൊണ്ട് മാത്രമേ അവന് ഈ ജഡികതയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, ഈ ജഡിക പാപത്തെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, ഈ സോളിറ്ററി സിനിനെ മറികടക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളിലുള്ള ഏകാന്തതയും സോളിറ്ററി സിൻ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് രക്ഷപ്പെടാനുള്ള കൃപ അനുഗ്രഹവും ഈ നോമ്പ് കാലത്ത് നമുക്ക് നേടാം. നോമ്പും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നിത്യേന ദീപലിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവിൻ്റെ ശരീരം സ്വീകരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ രക്തം സ്വീകരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ശരീരം സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെ നമ്മുടെ ശരീരത്തെ കർത്താവിൻ്റെ ശരീരമാക്കി മാറ്റുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ കർത്താവിൻ്റെ ശരീരം ധരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് സഹജീവികളെ സ്നേഹിക്കാൻ സാധിക്കും, ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും. ഈശോ ചെയ്തതുപോലെ നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങാൻ സാധിക്കും, നടക്കാൻ സാധിക്കും, കാണുന്നവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ അവസാനം നമ്മൾ കർത്താവിനോടൊപ്പം നിത്യരക്ഷയിലെത്തുകയും ചെയ്യും. കർത്താവായ ദൈവം നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയ്ക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.